മാളവിക പിന്നെ രാഹുൽ പറഞ്ഞല്ലോ, രാഹുലിന്റെ സാമാന്യവത്കരണം കേട്ടുവല്ലോ. കാരണം പലർക്കും നീതി നിഷേധിക്കപ്പെട്ടേക്കാമെന്ന ബോധ്യം അല്ലെങ്കിൽ ഉൾക്കാഴ്ച ഉള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പലർക്കും വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, സ്ത്രീകൾക്ക് വേണ്ടി വിലപിക്കുന്നവർ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു സാമാന്യവൽക്കരണം കാലത്ത് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും വേണ്ടേ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. ഇദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന അതേ പരിപാടിയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതായത് വളരെ ഡീസെന്റ് ആയിട്ടുള്ള പുരുഷന്മാരിൽ പോലും ഈ ഒരു ഉത്കണ്ഠ, പുരുഷന്മാർക്ക് വേണ്ടി ആരുമില്ലേ, സമൂഹം തന്നെ പേട്രിയാർക്കലായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ഉത്കണ്ഠ പറയുന്നത് എന്നുള്ളത് വളരെ ബാലിശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുമല്ല, ഇദ്ദേഹം പുരുഷന്മാർക്ക് വേണ്ടിയല്ല വാദിക്കുന്നത്, ഇദ്ദേഹം പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. ഇദ്ദേഹം വഷളന്മാർക്കും ആഭാസന്മാർക്കും വേണ്ടിയാണ് വാദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദേഹം ഒരു സെറ്റ് ഓഫ് പുരുഷന്മാരും ഇദ്ദേഹത്തിന് സ്പോക്സ് പേഴ്സൺ ആക്കിയിട്ടില്ലല്ലോ. ഇദ്ദേഹം തന്നെ ഇങ്ങനെ ടി.വി. ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് പുരുഷന്മാരുടെ മുഴുവൻ വക്താവായിട്ട് കാണിക്കുന്നത് പുരുഷന്മാർക്ക് അപമാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ചോദ്യം രാഹുലിന് ചോദിക്കാണ്ട് രാഹുൽ ചോദിച്ചു പോകാം. എത്തുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാനുണ്ട്. ഞാൻ ഒരു ചോദ്യം മാത്രം മാഡം കൺസൾട്ട് ചെയ്യുമെങ്കിൽ ഒരു ഭാഷ ഈ ഉള്ള ഒരു വേദിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല. വീണ്ടും ലക്ഷ്മണ രേഖ എന്ന് പറഞ്ഞൊരു ജീർണിച്ച് പഴഞ്ചൻ കോൺസെപ്റ്റിനെ മെയിൻ സ്ട്രീം മീഡിയ വഴി വീണ്ടും പറയുകയാണ്. അതായത് ഇദ്ദേഹം ഇത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഒരു ലക്ഷ്മണ രേഖയുണ്ട്, അത് നിങ്ങൾ പാലിക്കൂ എന്നാണ് വീണ്ടും പറയുന്നത്. ആ വാക്ക് പോലും ഉപേക്ഷിക്കപ്പെടേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടാണ് വീണ്ടും ഇങ്ങനെയുള്ള ബ്രാഹ്മണ്യ മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ജീർണ ഭാഷ യൂസ് ചെയ്യുന്നത്. അതൊക്കെ മലയാള ഭാഷയിൽ നിന്നും എല്ലാ ഭാഷയിൽ നിന്നും എടുത്ത് കളയണ്ടേ? ഇങ്ങനെയുള്ള ഭാഷ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ കേൾക്കാം. ഒരൊറ്റ ചോദ്യം, രാഹുൽ ഈശ്വറിനെ ഒരു പുരുഷനും പുരുഷന്റെ വക്താവായി വെച്ചിട്ടില്ല. മാളവിക ബെന്നി മാഡത്തെ ഏതെങ്കിലും സ്ത്രീകളുടെ വക്താവായി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾ മാളവിക ബെന്നി എല്ലാ സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കുന്നതെന്ന് പറയുന്നില്ല. എല്ലാ സ്ത്രീകളിലും ഇങ്ങനെ ഉൾക്കൊണ്ടേണ്ടെന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഒരു തെറ്റായിട്ടുള്ള ഒരു പുരുഷ ആങ്സൈറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് എല്ലാ പുരുഷന്മാരും ശ്രമിക്കുന്ന സ്ത്രീകൾ, എല്ലാ പുരുഷന്മാരും ഇങ്ങനെ ഒരു കോട്ട് ട്രാപ്പിൽ ചെന്ന് വീഴാം. അങ്ങനെ ഒരു ആങ്സൈറ്റിയുടെ ആവശ്യം പോലും ഇല്ല. ഇഫ് യു ട്രസ്റ്റ് വിമൻ, ഇഫ് യു ട്രസ്റ്റ് ഇൻ ദി ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി. പക്ഷെ ഇതിന്റെ ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വരി കൂടി മാഡത്തിന് പറഞ്ഞല്ലോ നിങ്ങൾ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റും നിങ്ങളുടെ മനസ്സിലൊരു ആഭാസനം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങാനും ഇനി ഫ്യൂച്ചറിൽ പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു കേസ് വന്നാൽ ഇങ്ങനെ ഞാനും അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു ഉത്കണ്ഠ, അങ്ങനെ ഒരു കേസ് വരാൻ ഒരു സാഹചര്യം ഉണ്ട് എന്ന് രാഹുലിന് കൃത്യമായിട്ട് അറിയാം. കാരണം രാഹുൽ ഇങ്ങനെ റേപ്പ് അനുകൂലിയായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്താഗതികൾ നിങ്ങൾ വീണ്ടും ഇവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നെന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നാളെ ഒരു വഷളത്തരം പറഞ്ഞു പോയാൽ, നാളെ ഞാൻ ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ ഞാനും ഇത് അനുഭവിക്കേണ്ടി വരും. അത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ബോച്ചയ്ക്ക് 1 വർഷം ജയിലിൽ കിടക്കണം എന്ന് തന്നെ നമ്മൾ വാദിക്കുന്നത്. ഇത് കാരണം തന്നെയാണ്. അങ്ങനെ ഒരു സ്ത്രീക്കും ഒരു ലോഡ് കമന്റ് അല്ലെങ്കിൽ ഒരു അശ്ലീല ചൊവ്വയുള്ള ദ്വയാർത്ഥ പ്രയോഗമുള്ള ഒരു കമന്റ് കേൾക്കേണ്ടി വരരുത്. ആ ഒരു ട്രോമയിലൂടെ ഒരു സ്ത്രീ പോകേണ്ടി വരരുത്. ചതുരംഗ പലകയിൽ താങ്കൾ ഇങ്ങനെ വരച്ചിടുന്ന ആ രേഖയുണ്ടല്ലോ, ലക്ഷ്മരേഖയുണ്ടല്ലോ, അത് ഈ പുരുഷന്മാരുടെ കാര്യത്തിൽ താങ്കൾ അത് കാണുന്നില്ലേ? പുരുഷന് എന്തുമാകാം. ശ്രീത ഞാൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഞങ്ങൾ ചിലർ പറയുന്നത് പോലെ അങ്ങ് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല സാറേ. ശരി പ്രജീഷ്, ഒരു കാര്യം കൂടി, 3 തവണ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന് മാളവിക ബെന്നി മാഡം എന്നെ കുറിച്ച് പറഞ്ഞു. ഇത് ഞാൻ മാളവിക ബെന്നി മാഡത്തെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പ്രജീഷ് ഇടപെടുമായിരുന്നല്ലോ. പക്ഷെ രാഹുൽ ഈശ്വറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇടപെട്ടില്ല. അതായത് വ്യക്തിപരമായി പറഞ്ഞോട്ടെ മാഡം പറഞ്ഞോട്ടെ മാഡത്തിനെ കാട്ടി ബഹളം വിളിക്കുന്നതൊക്കെ അറിയില്ലേ? മാഡത്തെ കാട്ടി എനിക്ക് മാളവിക ബെന്നി മാഡത്തിന് കഴിവുണ്ടോ? എന്നെക്കാട്ടി സൗണ്ട് മാഡത്തിനുണ്ടെന്നും മാളവിക മാഡത്തിന് എന്നെക്കാട്ടി സൗണ്ട് ഉണ്ടെന്നും എന്നെക്കാട്ടി കൂടുതൽ ഉയർത്തി സംസാരിക്കാൻ കഴിയുമെന്നും മാഡം കരുതുന്നുണ്ടോ? മാഡം മര്യാദ കാണിക്കും. മാളവിക ബെന്നി മാഡം മര്യാദ കാണിക്കും. ആദ്യം എന്റെ മറുപടി കേട്ടിട്ട് മാളവിക ബെന്നി മാഡം മനസ്സിലാക്കേണ്ടത് മാഡത്തെക്കാൾ കൂടുതൽ ഭാഷയും മാഡത്തെ
മാഡത്തെക്കാൾ കൂടുതൽ സ്വരവും മാഡത്തെക്കാൾ കൂടുതൽ ഉയരത്തിലും ഉച്ചത്തിലും സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷെ എന്റെ അവസരത്തിൽ അങ്ങനെ കയറി സംസാരിക്കാൻ എനിക്കുള്ള മാന്യത കാണിക്കണം. മാന്യത നിങ്ങൾ കാണിക്കണം. മാന്യത നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പേടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കയറി ചാടുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ പേടിയുള്ളത് കൊണ്ടാണ് ചാടുന്നത്. കാണുന്ന പ്രേക്ഷകർ നോക്കൂ, പ്രജീഷ് പോലും ഇടയ്ക്ക് ഇടപെടുന്നില്ല. പ്രജീഷ് പോലും ഇടയ്ക്ക് ഇടപെടുന്നില്ല. യഥാർത്ഥത്തിൽ മാളവിക ബെന്നിക്ക് ഞാൻ പറയുന്ന വാദഗതികളെ പേടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഞാൻ പറയുന്ന വാദഗതികൾക്ക് മൂർച്ചയുള്ള മറുപടികളോ വസ്തുതാപരമായ മറുപടികളോ ഇല്ലാത്തത് കൊണ്ട് എന്റെ അവസരത്തിൽ കയറി ബഹളം വെക്കുകയാണ്. മാഡം അറിഞ്ഞിരിക്കേണ്ടത് മാഡത്തെക്കാൾ ബഹളം വെക്കാൻ എനിക്ക് കഴിവുണ്ട്. അത് ചെയ്യാതിരിക്കുന്നത് മാന്യത കൊണ്ടാണ്. കണ്ടോ, വീണ്ടും മാഡം കാണിക്കാതിരിക്കുന്നത്. മാളവിക മാഡത്തിന് പേടിയാണെങ്കിൽ അത് നാട്ടുകാർക്ക് മനസ്സിലാവും. പ്രജീഷ് വീണ്ടും നോക്കുക, പ്രജീഷ് എന്തുകൊണ്ടാണ് തടയാത്തത്? എന്തുകൊണ്ടാണ് പ്രജീഷ് തടയാത്തത്? എന്റെ അവസരത്തിൽ മാളവിക ബെന്നിക്ക് എന്റെ മറുപടി പറഞ്ഞോട്ടെ. 30 സെക്കൻഡ് ഞാൻ എടുക്കും. മാളവിക ബെന്നിക്ക് ഞാൻ പറയുന്ന വാദഗതികളോട് പേടിയാണ്. കാര്യം അവർക്ക് സബ്സ്റ്റൻസ് ഉള്ള ഒരു ആർഗ്യുമെന്റും പറയാനില്ല. അതുകൊണ്ട് കിടന്ന് ബഹളം വെക്കുക. പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞു. മാഡത്തെ കുറിച്ച് ഇതേപോലെ ശക്തമായ ഒരു വാക്ക് എനിക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടാണോ? പക്ഷെ ഞാൻ പറയാത്തത് എന്റെ മാന്യതയാണ്. ഈ മാന്യത പലപ്പോഴും ഈ ഫെമിനിസ്റ്റുകൾക്കില്ല. ഈ തീവ്ര ഫെമിനാസികൾ പലപ്പോഴും ഈ രീതിയിലുള്ള ആംഗിളിൽ സംസാരിച്ച് പുരുഷന്മാരെല്ലാം മോശമാണ് ചിത്രീകരിക്കുകയാണ്. മാഡം ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞെല്ലാം ശരി. മാഡം 30 സെക്കൻഡ് ആയില്ല. പുരുഷന്മാർ നേരിടുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ട്. കാരണം നാട്ടിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. യുവാക്കളൊക്കെ തെരുവിൽ കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. നാട്ടിൽ എന്താ പറയാ, വാഹനാപകടങ്ങൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ പുരുഷന്മാരും ജനങ്ങളുമൊക്കെ പുരുഷന്മാരൊക്കെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും അഡ്രസ് ചെയ്യാതെ വളരെ സെലക്റ്റീവായിട്ട് ഇപ്പറയുന്ന ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം പോലീസിന് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കുണ്ട്. അവർ കേസെടുത്ത ഉടൻ തന്നെ അവർക്ക് മുന്നേ താങ്കൾ അവർക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങുകയാണ് പല ഫോറങ്ങളിലേക്ക്. അപ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ആനന്ദം എന്താണ് എന്ന് കൂടിയാണ് മാളവിയെ പോലെയുള്ളവർ ചോദിച്ചത്. അതേ ചോദ്യമാണ് ഹണി റോസ് എന്ന് ചോദിച്ചതും. മാളവിക മാഡത്തിന്റെ വാദങ്ങൾ തകർന്നടിയിൽ ഇല്ലാതാകുമ്പോൾ അങ്ങ് കയറി രക്ഷിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. കാര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ വാദഗതികൾ ശാലമാണ്, ആഴമില്ലാത്തതാണ്. അതായത് മാളവിക മാഡത്തിന്റെ എന്റെ കയ്യിൽ ടൈമർ വെച്ച് നടക്കുന്ന വ്യക്തിയാണ് ഞാൻ. 30 സെക്കൻഡ് എനിക്ക് തന്നാൽ മതി. അതുവരെ ആരും മിണ്ടരുത്. മാളവിക മാഡത്തിന്റെ ആഴവും സബ്സ്റ്റൻസും ഇല്ലാത്ത വാദങ്ങൾ തകർന്നു വീഴുമ്പോൾ പ്രജീഷ് ചാടി വീഴുന്നത് പ്രജീഷിനറിയാം അപ്പുറത്തെ ഭാഗം പറയുന്നതിൽ ഒരു മെറിട്ടുമില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലെ പേജ് എടുത്ത് നോക്കിയാൽ മതി ആരെയാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും ലക്ഷ്മണരേഖയെ കുറിച്ചൊരു കാര്യം, നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പേജിൽ പോലും ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും സീതാദേവിയുടെയും ചിത്രങ്ങളാണ് ഇരിക്കുന്നത്. ഇന്ത്യ രാമരാജ്യമാവണമെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അതുകൊണ്ട് രാമായണവും ലക്ഷ്മണരേഖയും എക്കാലത്തേക്കും ലക്ഷ്മണരേഖയൊന്നും ഈ നികൃഷ്ടമായ കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കില്ലേ രാഹുലെ? രാമായണവും പരിപാവനമായ രാമായണത്തെയും അല്ലെങ്കിൽ ലക്ഷ്മണനെയും ശ്രീരാമനെയും ഒന്നും ഈ നികൃഷ്ടമായ കാര്യങ്ങളിലേക്ക് ദൈവം ചെയ്ത് വലിച്ചിടമായ കാര്യമാണ് സാർ. എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖ വേണമെന്ന് എന്റെ വാദഗതിയെ ഖണ്ഡിക്കാൻ മാളവിക മാഡം ഒരു പോയിന്റ് പറഞ്ഞു. അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു പോയിന്റ് പറഞ്ഞതല്ലേ? അപ്പൊ ഇനി യഥാർത്ഥത്തിൽ ഒറ്റ കാര്യമുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നോക്കുക. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ഫെമിനിസ്റ്റുകൾ പറഞ്ഞ നിലപാടുകളാണോ ശരിയായി വന്നത്? രാഹുൽ ഈശ്വർ പറഞ്ഞ ശരിയായാണോ? മാഡം അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് കയറി പറയാമല്ലോ. അങ്ങനെ നമ്മൾ രണ്ടും പറയുന്ന നാട്ടുകാർ കേൾക്കില്ല. ഒരൊറ്റ വരിയിൽ അവസാനിക്കാൻ, അതിനുശേഷം മാഡം 30 സെക്കൻഡ് എടുത്തോളൂ. ഒരൊറ്റ വരിയിൽ അവസാനിപ്പിക്കാം. മാഡം ഒരൊറ്റ വരിയിൽ മാഡം അതിനുശേഷം 30 സെക്കൻഡ് എടുത്തോളൂ. കഴിഞ്ഞ 1 വർഷമോ 2 വർഷമായി നടന്ന എല്ലാ കേസുകളും എടുത്തു നോക്കുക. സിദ്ദിഖിന്റെ, ദിലീപിന്റെ, ഒമർ ലുലുവിന്റെ, എൽദോസ് കുന്നപ്പള്ളിയുടെ അടക്കം കേസുകൾ എടുത്തു നോക്കുക. രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയും ഈ ഫെമിനാസികൾ പറഞ്ഞത് തെറ്റുമാണ്. അതിപ്പോ വരുമല്ലോ, സമ്പൂർണ്ണ മെറിറ്റ് വന്നിട്ടില്ല. എന്താണ് കേവലമായിട്ടുള്ള ഒരു ജാമ്യ ഹർജിയോ അല്ലെ കസ്റ്റോഡിയൽ ആവശ്യം ഇന്ററഗേഷനുമായിട്ട് അതിന്റെ അപേക്ഷയുമായിട്ട് ചെല്ലുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ കോടതി അതിന്റെ കാര്യങ്ങൾ, അല്ലാതെ ഇത് സംഭവിച്ചതേ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെറിറ്റില്ലാത്ത കേസ് പറഞ്ഞിട്ടില്ല കോടതി. കഴിഞ്ഞ 2 വർഷത്തെ കാര്യമല്ലേ പറഞ്ഞത്? ബോച്ചയുടെ കാര്യമല്ല പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷത്തെ കാര്യമല്ലേ പറഞ്ഞത്?
നിങ്ങളുടെ 30 സെക്കൻഡ് കഴിഞ്ഞില്ലേ രാഹുൽ? Yes. ഇനി ഞാൻ സംസാരിച്ചോട്ടെ. ഇനി 30 സെക്കൻഡ് മാത്രമേ എനിക്ക് നമുക്ക് തരൂ. അടിയന്തരമായ ഒരു ഇടവേള എടുക്കേണ്ട